തമിഴ്നാട്ടിലെ കന്യാകുമാരിയിൽ വാഹനാപകടം. നിയന്ത്രണം വിട്ട കാർ ബൈക്കിലിടിച്ച് തലകീഴായി മറിഞ്ഞു. അപകടത്തിന്റെ CCTV ദൃശ്യങ്ങൾ 24-ന് കിട്ടി. ആ ദൃശ്യങ്ങളിലേക്ക് പോകാൻ കഴിയും എന്ന് പ്രതീക്ഷിക്കുന്നു. തമിഴ്നാട് കന്യാകുമാരിയിലാണ് ഈ അപകടമുണ്ടായത്. കാറ് ബൈക്കിലിടിച്ച് തലകീഴായി മറിഞ്ഞു. അപകടത്തിന്റെ CCTV ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. മുഹമ്മദ് റഹീസാണ് ആ വാർത്തയുടെ നിർമ്മിച്ചിരുന്നു. റഹീസ്, ആ കാറിലുണ്ടായിരുന്നവരുടെ ആരോഗ്യസ്ഥിതി എങ്ങനെയാണ്? ആ ബൈക്കിനിപ്പുറത്ത് നിന്ന ആളുടെ അവസ്ഥ എന്താണ്? ഉച്ചയ്ക്ക് നടന്ന അപകടത്തിന്റെ ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കന്യാകുമാരി കരിങ്കല്ലിന് സമീപം മടത്തിക്കോടിൽ ഒരു സ്ത്രീ ഓടിച്ചിരുന്ന കാറാണ് നിയന്ത്രണം വിട്ട് ബൈക്കിലിടിച്ച് തലകീഴായി മറിഞ്ഞത്. ഇന്നലെ ഉച്ചയ്ക്ക് അതിവേഗത്തിൽ ഈ കാറ് പാഞ്ഞു വന്നു. ഈ സംഭവ സ്ഥലത്തിന് മുൻപ് വെച്ച് തന്നെ ഈ കാറ് വേഗത്തിലായിരുന്നു. പലരെയും ഈ വാഹനം ഇടിച്ചു തെറിപ്പിക്കാൻ ശ്രമിച്ചതായും ഇപ്പോൾ പോലീസിന് വിവരം ലഭിച്ചിട്ടുണ്ട്. റോഡ് വശത്ത് നിന്നിരുന്ന മറ്റൊരു ബൈക്ക് യാത്രികനാണ്, അദ്ദേഹത്തിന്റെ ശരീരത്തിലൂടെയാണ് ഈ വാഹനം കയറി ഇറങ്ങുന്നത്. അയാൾ സമീപത്ത് ബൈക്ക് പാർക്ക് ചെയ്ത ശേഷം വണ്ടിയിൽ നിന്നും ഇറങ്ങുകയായിരുന്നു. ഒപ്പം തന്നെ ഈ ദൃശ്യങ്ങളിൽ കാണാൻ കഴിയും, തൊട്ട് മുന്നിലായും ഒരു ബൈക്ക് യാത്രികൻ ഉണ്ടായിരുന്നു. അയാൾ തലനാഴിഴയ്ക്ക് രക്ഷപ്പെടുന്ന കാഴ്ചയും ഈ ദൃശ്യങ്ങളിൽ നിന്ന് കാണാൻ കഴിയുന്നുണ്ട്. അപ്പോൾ നിലവിൽ ഈ ബൈക്ക് യാത്രികന്റെ ആരോഗ്യനില അല്പം ഗുരുതരമാണ്. ഈ കാർ ഓടിച്ചിരുന്ന സ്ത്രീക്കും സാരമായി തന്നെ പരിക്കേറ്റിട്ടുണ്ട്. ഇവർ രണ്ടുപേരും ആശുപത്രിയിൽ ചികിത്സയിലാണ്. നാഗർകോവിലിലെ സ്വകാര്യ ആശുപത്രിയിലാണ് ഇരുവരും ചികിത്സയിലുള്ളത്. കരിങ്കൽ പോലീസ് സംഭവവുമായി ബന്ധപ്പെട്ട് അന്വേഷണം നടത്തിയിട്ടുണ്ട്. ഇതിന്റെ ഭാഗമായിട്ടാണ് ഈ വാഹനം ഇതിനു മുൻപും കടന്നു വരുന്ന വഴിയിലൊക്കെ പല വാഹനത്തെയും ഇടിച്ചു തെറിപ്പിക്കാൻ ശ്രമിച്ചതായി ശ്രദ്ധയിൽപ്പെട്ടിരിക്കുന്നത്. ഈ സ്ത്രീക്ക്, യുവതിക്ക് ലൈസൻസ് ഉണ്ടോ എന്നതടക്കം ഇപ്പോൾ പരിശോധിക്കുന്നുണ്ട്. ഹാഷ്മി. ഓക്കെ. ചെന്നൈയിൽ മുഹമ്മദ് റഹീസാണ് ആ വാർത്തയുടെ വിവരങ്ങൾ നൽകിയത്. ബൈക്കിൽ ഇടിച്ച കാർ തലകീഴായി മറിഞ്ഞ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കണ്ടത്.